ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ സൌദി അറേബ്യൻ സന്ദർശനത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും. സൌദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ഇത് 3ാം തവണയാണ് പ്രധാനമന്ത്രി സൌദി സന്ദർശിക്കുന്നത്. സൌദി അറേബ്യയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിന് ഇന്ത്യ നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ് ശ്രീ മോദിയുടെ സന്ദർശനം. 17ാമത് സിവിൽ സർവീസസ് ദിനത്തോടനുബന്ധിച്ച് മറ്റന്നാൾ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ദിനാഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യും. പൊതുഭരണ രംഗത്തെ മികവിനുള്ള പുരസ്കാരങ്ങളും ശ്രീ മോദി സമ്മാനിക്കും. ഈ വർഷം ജില്ലകളുടെ സമഗ്ര വികസനം, ആസ്പിരേഷണൽ ബ്ലോക്ക് പദ്ധതി, നവീകരണം എന്നീ വിഭാഗങ്ങളിലായി 16 അവാർഡുകൾ സിവിൽ സർവീസുകാർക്ക് പ്രധാനമന്ത്രി സമ്മാനിക്കും. PSLV വിക്ഷേപണ റോക്കറ്റിന്റെ 4ാം ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ഇറക്കുമതി ഉൽപ്പന്നമായ കൊളംബിയം എന്ന ലോഹഭാഗത്തിന് ബദലായി തദ്ദേശീയമായി ലോഹമിശ്രിതം വികസിപ്പിച്ച് ISRO. സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന്റെ ഭാഗമായാണ് ISRO പുതിയ കൊബാൾട്ട് അധിഷ്ഠിത ലോഹമിശ്രിതം വികസിപ്പിച്ചെടുത്തത്. ഇതോടെ കൊളംബിയത്തിന്റെ ഉപഭോഗ ചെലവിന്റെ 90% ISROയ്ക്ക് ലാഭിക്കാനാകും. ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്ദേശവുമായി നാളെ ഈസ്റ്റർ ദിനത്തെ വരവേൽക്കുവാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ. ഒരാഴ്ചയായി നടന്നുവരുന്ന പ്രാർത്ഥനാകാലത്തിനും നാളെ സമാപനമാകും. കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നാളെ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു എല്ലാ പൌരന്മാർക്കും ഈസ്റ്റർ ആശംസകൾ നേർന്നു. നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും സന്ദേശം നൽകുന്നതാണ് ഈസ്റ്റർ എന്ന് സന്ദേശത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ ത്യാഗം നമ്മെ ത്യാഗത്തിന്റെയും ക്ഷമയുടെയും മൂല്യം പഠിപ്പിക്കുന്നതായും രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രത്യാശയുടെയും നവീകരണത്തിന്റെയും പ്രതീകമാണ് ഈസ്റ്റർ എന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ആശംസിച്ചു. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ലഹരിക്ക് അടിമപ്പെട്ട് ഗുരുതര മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരെ ചികിത്സിക്കുവാനുള്ള കേന്ദ്രങ്ങൾ എല്ലാ ജില്ലകളിലും ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുതിയ അധ്യയന വർഷം ലഹരി വിപത്തിനെതിരെ പാഠ്യപദ്ധതി പരിഷ്കരണവും അധ്യാപക പരിശീലനവും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ലഹരിക്കെതിരെ കേരളത്തിൽ തുടരുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഇന്നലെ നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 2210 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 188 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 196 പേരാണ് അറസ്റ്റിലായത്. ഈ കേസുകളിൽ എല്ലാം കൂടി മാരക മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തു. ലഹരി മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് കൊച്ചി സിറ്റി പോലീസ് രേഖപ്പെടുത്തി. 3 മണിക്കൂറിലധികം നീണ്ട ചോദ്യം ചെയ്യലിൽ ഇയാൾക്ക് ലഹരി ഇടപാടുകാരെ അറിയാമെന്ന് സമ്മതിച്ചതായും പോലീസ് വ്യക്തമാക്കി. കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഷൈനിനെ ജാമ്യത്തിൽ വിട്ടയച്ചു. വയനാട് പരൂർകുന്ന് പുനരധിവാസ മേഖലയിലെ ഭൂരഹിതരായ 123 പട്ടികവർഗ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൊവ്വാഴ്ച താക്കോൽ കൈമാറും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ചടങ്ങ്. മേപ്പാടി, മുട്ടിൽ, മുപ്പൈനാട് ഗ്രാമപഞ്ചായത്തുകളിലെ ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് 10 സെന്റ് ഭൂമിയിൽ 6 ലക്ഷം രൂപ ചെലവിലാണ് വീടുകൾ നിർമ്മിച്ചത്. കോന്നി ആനക്കുട്ടിലിൽ കോൺക്രീറ്റ് തൂണ് വീണ് 4 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ ചുമതലയുള്ള സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ R. അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. 4 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെയും സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകി. രാജ്യത്ത് ആദ്യമായി സംസ്ഥാനത്തെ ജില്ലാതല ആശുപത്രികളിൽ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ സജ്ജമായി വരുന്നതായി മന്ത്രി വീണ ജോർജ്. ഫാറ്റി ലിവർ പോലുള്ള കരൾ രോഗങ്ങൾ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലിനിക്കുകൾ ആരംഭിക്കുന്നത്. ആദ്യഘട്ടമായി മലപ്പുറം തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഫാറ്റി ലിവർ ക്ലിനിക് സജ്ജമായി. സഹകരണ എക്സ്പോ 3ാം പതിപ്പ് തിങ്കളാഴ്ച മുതൽ ഈ മാസം 30 വരെ തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കും. ഔദ്യോഗിക ഉദ്ഘാടനം ബുധനാഴ്ച വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 260 സ്റ്റാളുകളിലായി 400-ൽ പരം സഹകരണ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും നടക്കും. IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 7 വിക്കറ്റ് ജയം. 2ാം മത്സരത്തിൽ ടോസ് നേടിയ ലക്നൌ സൂപ്പർ ജയന്റ്സ് രാജസ്ഥാൻ റോയൽസിനെ എതിരെ ബാറ്റ് ചെയ്യുകയാണ്. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ലക്നൌ 12.4 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 109 റൺസ് എടുത്തിട്ടുണ്ട്. ഈ വർഷത്തെ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ JEE മെയിൻ 2ാം ഘട്ട പരീക്ഷാഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രഖ്യാപിച്ചു. ഫലം JEE.main.nta.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കേരളത്തിൽ അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളമുള്ള മതതീർത്ഥാടകരെയും വിനോദസഞ്ചാരികളെയും ലക്ഷ്യം വെച്ചുള്ള ഓൺലൈൻ ബുക്കിംഗ് തട്ടിപ്പുകൾക്കെതിരെ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള കാസർഗോഡ് ബേക്കൽ പാലക്കുന്ന് ഗ്രീൻ വുഡ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 6ാം സെമസ്റ്റർ BCA പരീക്ഷയുടെ നടത്തിപ്പിലുണ്ടായ വീഴ്ചയെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 3 സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടങ്ങിയ അന്വേഷണ സമിതിയെ വൈസ് ചാൻസലർ ചുമതലപ്പെടുത്തി.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.